ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക, രാവിലെ തന്നെ മുകളിലേക്ക് പോയിക്കാണ്. വീടിൻ്റെ മുകളിൽ കുറച്ച് ചീരയും അതുപോലെ കുറച്ച് പച്ചക്കറി ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചീരയൊക്കെ നന്നായി തഴച്ച് വളരുന്നുണ്ട്. നല്ല ഭംഗിയോടുകൂടെ തന്നെ നമ്മളെ ചാക്കിൽ വളരുന്നുണ്ട്. 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ നമുക്കിതിന്ന് വിളവെടുക്കാം. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മുടെ വീട്ടിൽ നമ്മൾ കെമിക്കലും മരുന്നൊന്നും അടിക്കാത്ത പച്ചക്കറികളും ഇലക്കറിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ അതിലൂടെ കുറച്ച് നടന്നു. അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കരിയില മാത്രം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ കുറച്ച് മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ചാക്ക് എങ്ങോട്ടും മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ വെയിറ്റൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ മഹാഗണി ഇല കൊഴിയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തൊരു ഭംഗിയാണല്ലേ. ഇലകളൊക്കെ നല്ല റെഡ് കളറിൽ അതിമനോഹരമായൊരു കാഴ്ചയാണിത്. പക്ഷേ ഈ കാഴ്ച 2-3 ദിവസം മാത്രമേ നിലനിൽക്കുള്ളൂ. എല്ലാ ഇലയും കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കരിയിലെല്ലാം അടിച്ച് വാരിയെടുത്തു. നല്ല ഭംഗി. ഓരോ ഇലയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കരിയിലയാണെങ്കിലും നല്ല കളർഫുള്ളായിട്ടുള്ള കളറാണ്. എല്ലാം അടിച്ച് വാരി ഓരോ തൈയിൻ്റെ ചോട്ടിലും കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പോഷകഗുണം നിറഞ്ഞതാണ്. നമ്മുടെ ചെടികൾക്ക് കൂടുതലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള കരിയില ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേനൽ ചൂടിന്നും നല്ല ആശ്വാസമാണ്. അതിൻ്റെ ചോട്ടിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇങ്ങനെ നമ്മൾ ഓരോ തൈയിൻ്റെ ചോട്ടിലും കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടു ജോലിയൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ പോയിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ബീഫും അതുപോലെ ഉണക്ക സ്രാവും ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ബീഫ് വെക്കുന്നത് ഒന്നും എണ്ണയിൽ വഴറ്റാതാണ് കേട്ടോ. അതൊക്കെ പച്ചക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമ്മളൊന്ന് എണ്ണയിൽ വഴറ്റാതെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അതുപോലെ അതിൽ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉപ്പ് ചേർത്തൊന്ന് കൈ കൊണ്ട് തന്നെ ഞെരടിയതിന് ശേഷം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു നാടൻ പഴയ കാലത്തൊക്കെ അധികവും നമ്മളിങ്ങനെ വെച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളൊക്കെ ഇന്ന് കുറച്ച് സ്രാവ്, ചെറിയ സ്രാവാണ് കേട്ടോ. ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. കുറച്ച് വലിയതാകുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് ഇതിനോടാണ് ഇഷ്ടം. അപ്പോൾ എങ്കിലും നമ്മൾ വലിയത് കിട്ടുമ്പോൾ അതും അതുപോലെ ഉപയോഗിക്കും. പക്ഷേ ഇതിനോട് കുറച്ച് താല്പര്യം കേട്ടോ. കുറച്ച് ചെറിയ ഐറ്റം സ്രാവാണെങ്കിൽ അതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇന്ന്. പിന്നെ മോര് കറിയാണ്. പിന്നെ ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും ഒന്ന് വറുത്ത് ചെറിയ ഇതായി ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ ചമ്മന്തി അരക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ്. ഇനി കുഞ്ഞു വിശേഷമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് വറുക്കും പൊരിക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഫ്രൂട്ട് സാധനങ്ങളും വെള്ളമാണ് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ കഴിക്കാറ്. അതിന് ശേഷം നമ്മൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടും ബീഫ് കറിയുമാണ്. ആ സമയത്ത് നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ നല്ല കളിയാണ് കേട്ടോ. എന്ത് ബാഗ് കണ്ടാലും അതിലൊക്കെ ഒന്ന് കയറി അവർക്ക് കിടക്കണം.
അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് അവരും ബീഫും പുട്ടൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവർ നല്ല കളിയാണ് കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കളിയാണ് അവരുടേത്. നല്ല ഒളിച്ച് കളിയാണ്. കുറച്ച് നേരം അതും കണ്ടിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.